സമ്പത്തുമായിട്ട് ഏഹ് അവളെ പ്രണയിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രണ്ട് കണ്ടീഷൻസ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഞാൻ നിന്നെ പ്രണയിക്കണം എങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു? ഒന്ന് പറഞ്ഞത് യു നീഡ് ക്ലാരിറ്റി. വ്യക്തതയുള്ളവരുടെ കൂടെ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് അവള് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? എന്നെ കുറിച്ചുള്ള ചിന്തയുള്ളവരുടെ കൂടെ ഞാൻ വരൂ. വെൽത്ത് തോട്ട്, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയുള്ളവരുടെ കൂടെ മാത്രമേ ഞാൻ വരത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും ഞാൻ ശരിയാക്കി. എനിക്കിപ്പോ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് ഞാൻ വെൽത്ത് അഫർമേഷൻസ് എടുക്കുന്നുണ്ട്, ഞാൻ വെൽത്ത് ട്രിഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ നല്ല സറൗണ്ടിങ്സിൽ ഞാൻ സഹകരിക്കുന്നുണ്ട്. അപ്പം ആ പല ഘട്ടങ്ങളിലായിട്ട് എനിക്ക് നിന്നെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്, എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എങ്കിൽ എൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറയാം. മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. തേർഡ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ് അട്രാക്ട്സ് വെൽത്ത്. ഗ്രാറ്റിറ്റ്യൂഡ്, കടപ്പാട്, നന്ദി. നന്ദിയില്ലാത്തവരെ എനിക്കിഷ്ടമല്ല. ഏ അതും സമ്പത്തുമായിട്ട് എന്താ ബന്ധം? കടപ്പാടും സമ്പത്തുമായിട്ട് എന്താണ് ബന്ധം? എന്തൊക്കെ വിചിത്രമായ രീതിയിലാണ് നിന്റെ കണ്ടീഷൻസ് എന്ന് ഞാൻ ചോദിക്കുക. അപ്പൊ അവള് ചിരിച്ചോണ്ട് പറയുകയാണ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞു, പണമുള്ളവർ. പണമുള്ളവർ പണക്കാരനല്ലേ? സമ്പന്നനാവുന്നത് എങ്ങനെ? അപ്പം പണക്കാരനും സമ്പന്നനും രണ്ടും രണ്ടാണോ? അതെ. അപ്പൊ പറയാണ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അസീസിക്ക് വലിയൊരു പണക്കാരനാണ്, ഇഷ്ടംപോലെ പണം കയ്യിലുണ്ട്. പക്ഷേ ആ പണക്കാരന് പോലും കടപ്പാടില്ലെങ്കിൽ, ആ പണക്കാരന് കടപ്പാടില്ലെങ്കിൽ ഹീ ഈസ് ഓൾസോ പുവർ. ഏ അസീസിക്കയുടെ മില്യൺസ് ഉണ്ട് പണം, പക്ഷെ അസീസിക്കയ്ക്ക് നന്ദിയില്ലാത്തവനാണെങ്കിൽ, കടപ്പാടില്ലാത്തവനാണെങ്കിൽ, യു ആർ പുവർ, യു ആർ നോട്ട് വെൽത്തി. നിങ്ങൾ സമ്പന്നനല്ല. ഏ അപ്പം ഒരു സാധാരണക്കാരന് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവരും കാശുണ്ട് കയ്യിൽ, പക്ഷെ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. എന്തൊക്കെയാണോ ഒരു പുവർ ആള് അനുഭവിക്കേണ്ടത്, അതെല്ലാം ഈ പണക്കാരനായിട്ടുള്ള, നന്ദിയില്ലാത്ത, കടപ്പാടില്ലാത്ത ഈ മനുഷ്യനും അനുഭവിക്കേണ്ടി വരും. യു ആർ നോട്ട് റിച്ച് നോ മാറ്റർ ഹൗ മച്ച് യു ഹാവ് ഇഫ് യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ. ഞെട്ടിപ്പോയി. ഏ അപ്പം പണക്കാരൻ സമ്പന്നനല്ല. അല്ല. പണക്കാരൻ സമ്പന്നനാകണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയുവോ എന്ന് ചോദിച്ചു. ഇല്ല. എന്താണ് ശരിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഫീലിംഗ് ഓഫ് വെൽത്ത്. ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണമല്ലോ. ഫീൽ ചെയ്യാൻ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, സമ്പത്ത് നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ആ ഫീല് വരുന്നത് ഈ കടപ്പാടിൽ കൂടിയാണ്. എന്നെ ഇത്രയൊക്കെ ആക്കിയ, എനിക്ക് ഇത്രയൊക്കെ എത്തിച്ച ഇതിനോട് നന്ദി. ആ, അപ്പോഴാണ് ശരിക്കും നീ സമ്പന്നനാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് പറയുകയാണ്, നിനക്കെന്നെ വേണോ? നിന്റെ കയ്യിൽ ഉള്ളപ്പോഴായിക്കോട്ടെ, ഇല്ലാത്തപ്പോഴായിക്കോട്ടെ, നീ എന്നെ ആഗ്രഹിക്കുമ്പോഴായിക്കോട്ടെ, അല്ലാത്തപ്പോഴായിക്കോട്ടെ, എല്ലാ ദിവസവും എന്നോടല്ല, പണത്തിനോടല്ല, ഈ സമ്പത്ത്, ഈ പണം നിന്നിലേക്ക് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാത്തിനോടും, ചെറുതും വലുതുമായ എല്ലാത്തിനോടും കടപ്പാടും നന്ദിയും ഉള്ളവനായിരിക്കണം നീ. എങ്കിലേ നിന്റെ കയ്യിലോട്ട് ഞാൻ വരൂ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നന്ദി കെട്ടവന്റെ കൂടെ നിന്നിട്ട്
ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത് ഇനി നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ ശ്വാസം മുട്ടിയായിരിക്കും നിന്റെ അടുത്ത് ഞാൻ നിൽക്കുന്നത്. കാരണം നീ ചെയ്യുന്ന ഈ പിശുക്കന്മാർക്കൊക്കെ സംഭവിക്കുന്നതാണ്. നീ ചെയ്യുന്നത് തന്നെ നീ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ചെയ്യുന്നത്. അതും പിശുക്കി പിശുക്കി കൊടുക്കാതെ, അർഹതപ്പെട്ടവർക്ക് പോലും കൊടുക്കാതെ നീ ഇങ്ങനെ മുറുക്കെ പിടിക്കും. അപ്പം നീ എന്നെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ശ്വാസം മുട്ടുകയല്ലേ? നിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ശ്വാസം മുട്ടലാണ്. നിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ നീ ഇത് വിനിയോഗിക്കുന്നത് നേരായ മാർഗത്തിലല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും നിന്റെ അടുത്തുനിന്ന് അങ്ങ് പോയാൽ മതി എനിക്ക്. സോ ഈവൻ ദോ യു ആർ റിച്ച് വിത്ത് മണി, യു ആർ നോട്ട് വെൽത്തി അൺടിൽ യു ആർ ഗ്രേറ്റ്ഫുൾ. സോ ആർക്കൊക്കെ ഇവിടെ സമ്പത്ത് വേണ്ടേ? സമ്പത്തിനെ പ്രണയിക്കേണ്ട ആർക്കൊക്കെയാ? മേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എ പാർട്ട് ഓഫ് യുവർ റുട്ടീൻ. എന്നും രാവിലെയും വൈകിട്ടും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. അതിന് പർപ്പസ്ഫുള്ളി ഇത് ചെയ്ത് ശീലമില്ലാത്തവർ പർപ്പസ്ഫുള്ളി ഇതിന്റെ മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് എനിക്കിപ്പം കുറെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് ഈ നന്ദി കാണിക്കും, ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കടമ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒന്നിനു വേണ്ടി ചെയ്യുന്നതാവരുത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് എനിക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാവരുത്. അതെന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. അതല്ലാതെ ഞാൻ കുറച്ച് നാളത്തേക്കാ, ഇനി ഒരു 2 മാസത്തേക്ക് എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്, 2 മാസത്തേക്ക് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എടുത്തേക്കാം, എല്ലാ ദിവസവും ഞാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൗണ്ടിങ് അവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എന്ത് കാര്യത്തെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് എനിക്ക് എന്തൊക്കെ ഉണ്ടോ, ഇന്ന് ഏതൊക്കെ സാഹചര്യത്തിലാണോ ഞാൻ, ആ സാഹചര്യത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും കടപ്പാടുള്ളവനായി മാറുന്നതാണ്. അതും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കടപ്പാടുള്ളവനായി, മനസ്സറിഞ്ഞ് കടപ്പാടുള്ളവനായി മാറുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്? കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ്സ്. എന്നിട്ട് അതെനിക്ക് തന്ന പ്രകൃതിക്ക്, ദൈവത്തിന്, അതിന് കാരണക്കാരായിട്ടുള്ള ഏതൊക്കെ മനുഷ്യരാണോ അറിഞ്ഞും അറിയാതെയും എന്നെ സഹായിച്ച, എന്നെ ഇവിടേക്ക് എത്താൻ, എന്നെ ഇവിടെ നിലനിർത്താൻ, ഇനിയും മുന്നോട്ടേക്ക് പോകാനായി സഹായിക്കുന്ന എല്ലാവർക്കും, പ്രകൃതിക്കും ദൈവത്തിനും, എന്നിലേക്ക് ഇതെത്താനും നിലനിർത്താനും ഇനി മുന്നോട്ടേക്ക് പോകാനും എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, കടപ്പാട്. ഇത്രയും മതി. ഇത് വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഇറ്റ് കംസ് ഫ്രം അവർ ഹയർ സെൽഫ്. നമ്മുടെ ഉള്ളിലെ ദൈവത്തിൽ നിന്നാണ് ഇത് വരുന്നത്, നമ്മുടെ ഉള്ളിലെ ചെകുത്താനിൽ നിന്നല്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ആരോടും അധിക നാൾ പക വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ദേഷ്യം, വിദ്വേഷം, പക, നമ്മളെ എത്ര ചതിച്ചവരോട് പോലും നമ്മൾ ക്ഷമിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ബേസിക്കലി ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ ഈ പകയൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യില്ല. എനിക്കതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താ എനിക്ക് ആരോടും ദേഷ്യമൊന്നും തോന്നാതെ? എനിക്ക് ആരോടും, എന്നെ എത്ര ഉപദ്രവിച്ചവരുണ്ട്, എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എന്നെ കളിയാക്കി ചിരിക്കുന്നവരുണ്ട്, എന്നെ ഒരുപാട് എൻ്റെ പേഴ്സണൽ ബന്ധങ്ങളിൽ പോലും എന്നെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും, എൻ്റെ ആബ്സെൻസിൽ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞായിരുന്നു, അവര് ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് അവരെ കാണുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കും. എൻ്റെ മനസ്സിൽ നിൽക്കില്ല. ഞാൻ ആ പാണ്ടക്കെട്ടെടുത്ത് എൻ്റെ തോളെ വെക്കില്ല. കാരണം
ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും നമ്മളുടെ ഉള്ളിൽ വിദ്വേഷം കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കാവില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കാവുമ്പോഴാണ് ഇതിനോടൊക്കെ ക്ഷമിക്കാനുള്ള വലിയൊരു മനസ്സ് നമുക്ക് കിട്ടും. ഇപ്പൊ എന്നെ ചതിച്ച പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ കഴിവുകേട് കൊണ്ട് എന്നെ ഉപയോഗിച്ച എൻ്റെ പഴയ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് അവരോട് ദേഷ്യമല്ല തോന്നുന്നത്. നീ കാരണമാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ കൂടൊക്കെ തന്നെ കളിച്ചും ചിരിച്ചും നടന്നേനെ. അന്ന് നീ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് പ്രകൃതിയാണ്, പ്രകൃതിക്ക് നന്ദി. നിന്നെ കൊണ്ട് അത് പറയിപ്പിച്ചത് ദൈവമാണ്, ദൈവത്തിന് നന്ദി. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് മാറാൻ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് നീയാണ്, നിന്റെ ആ പ്രവൃത്തിയാണ്, അതിന് നന്ദി. ഇതൊന്നും ഞാൻ വെറുതെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്നോട് പേഴ്സണലി സഹകരിക്കുന്നവരോട് ചോദിച്ചാൽ മതി, ആരെയെങ്കിലും കുറിച്ച്, ഒരാളെയെങ്കിലും കുറിച്ച് ഞാൻ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് അവർ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ, ആരോടും വിരോധമില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പകയില്ലാതെ ജീവിക്കുന്ന ആ ദിവസം ഉണ്ടല്ലോ, അന്ന് നിങ്ങൾ സമ്പന്നനാവും. അതല്ലാതെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലേ സമ്പന്നനാവുകയുള്ളൂ, അല്ല. മനസ്സുകൊണ്ട് സമ്പന്നനാകാൻ പറ്റും. അങ്ങനെ മനസ്സുകൊണ്ട് സമ്പന്നനാവുമ്പോൾ ഈ പറഞ്ഞ പണം അതിനേക്കാൾ താഴത്തെ ഫ്രീക്വൻസിയിൽ ഓടുന്ന സാധനമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഹയർ ഫ്രീക്വൻസിയിലാണ്. അതിനും താഴെ ഓടുന്ന ഫ്രീക്വൻസി ലെവലിലാണ് മണി എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഈസിലി അട്രാക്ട്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് മൂവിങ്, ഇറ്റ്സ് വൈബ്രേറ്റിംഗ് ഇൻ എ ഹയർ ഫ്രീക്വൻസി. പണത്തിന്റെ ഫ്രീക്വൻസി എന്താ? ഇവിടെയാണ്, തൊട്ട് താഴെയാണ്. അപ്പോ പണത്തെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഓൺ ദ ഹയർ സൈഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് കുറവാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താ? ഇത് ഓടുന്നത് ലോവർ ഫ്രീക്വൻസിയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ പണം ഹയർ ഫ്രീക്വൻസിയിലാവും. അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു ചേസ് മണി. നിങ്ങൾ പണത്തിന്റെ പിന്നാലെ ഓടേണ്ടി വരും. ഹയർ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസിയിൽ ഉണ്ടെങ്കിൽ പണം നിങ്ങളെ അട്രാക്ട് ചെയ്യും, നിങ്ങളെ ചേസ് ചെയ്യും. അട്രാക്ട് ചെയ്യുന്നതും ചേസ് ചെയ്യുന്നതും രണ്ടും രണ്ടാ. യു വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ആൻഡ് മോർ എവറി ഡേ വെൻ മണി ചേസ് യു. നമ്മൾ പണത്തെ ചേസ് ചെയ്യുമ്പോൾ ഇത് നമ്മളിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കും. സോ ചെയ്യേണ്ടത് ഇതാണ്. യു ഹാവ് ടു നോട്ടീസ് അബൌട്ട് ഓൾ ലിറ്റിൽ തിങ്സ് ഇൻ യുവർ ലൈഫ്. അതെത്ര ചെറുതുമായിക്കോട്ടെ, അതിനോട് പോലും നമ്മൾ കടപ്പാട് കാണിച്ചിരിക്കണം. ഈവൻ എങ്ങനെയാണ് ഈ പണത്തിനോട് കടപ്പാട് കാണിക്കേണ്ടതെന്നറിയോ? എൻ്റെ കയ്യിലിരിക്കുന്ന കാശ്, അതിനോട് ഞാൻ കടപ്പാട് കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആ പൈസ താഴെ വീഴുമ്പോൾ അത് തൊഴുത് വെക്കുന്നത് മാത്രമല്ല, അതെടുത്ത് എങ്ങും ചുളുക്കാതെ വെക്കുന്നതല്ല, അത് കൃത്യമായി വിനിയോഗിക്കുന്നതല്ല പണത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ പണം നമുക്ക് നേടിത്തരുന്ന ആ വസ്തു, അതിനോട് നിങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും പണം നിങ്ങളോട്. ഒന്നുകൂടെ, ഞാൻ വീട് വെച്ചപ്പോ ഞാനൊരു 10-18 ലക്ഷം രൂപ മുടക്കി നമ്മളുടെ വീടിന്റെ പറമ്പ് മുഴുവൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു. ആ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 1.5 വർഷമായി. അന്ന് നിങ്ങളെല്ലാവരും വരുന്നു, എൻ്റെ നാട്ടുകാർ വരുന്നു, ബന്ധുക്കൾ വരുന്നു. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 18 ലക്ഷം രൂപ എന്ന പണം വിനിയോഗിച്ച് ഞാൻ അവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആക്കുന്നു. അപ്പം അന്ന് ഞാൻ ഇതിനെ കെയർ ചെയ്യുന്നു, ലൈറ്റൊക്കെ ഇടുന്നു, വെള്ളമൊക്കെ ഒഴിക്കുന്നു, സെറ്റാക്കുന്നു. കാരണം നിങ്ങൾ വരിക. അന്ന് ഞാൻ അതിനെ കെയർ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ പോയി, ഞാൻ ഇഞ്ഞ് തിരിച്ചു പോരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ കളകളൊക്കെ വളർന്ന്, അവിടെ ചെടികളൊക്കെ വളർന്ന്, അവിടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതിന് വെള്ളം ഒഴിക്കാതെ, അതിനെ മൈൻഡ് ചെയ്യാതെ, അതായത് പണം എനിക്ക് നേടിത്തന്ന ആ വസ്തുവിനെ, ആ ഒബ്ജക്റ്റിനെ ഞാൻ കെയർ ചെയ്യുന്നില്ലെങ്കിൽ അത് പണത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സൈക്കിൾ
നമ്മൾ വിചാരിക്കുക അത് പഴയതല്ലേ. അത് ആഗ്രഹിച്ച് നടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. നിങ്ങൾക്ക് പണം നേടിത്തന്ന ഒരു ഉടുപ്പ് ഇനി ഒരിക്കലും നിങ്ങൾ ഇടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അത് നിങ്ങളുടെ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഏതോ ബെഡിന്റെ അടിയിൽ കിടക്കുന്നു. അത് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന്, ഇത് വാങ്ങാൻ പാങ്ങില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ട് ഈ ലോകത്ത്. നിങ്ങളുടെ പഴയ മൊബൈൽ ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അത് ആഗ്രഹിക്കുന്ന, അത് അതെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവം നോക്കുകയാണ്, അയ്യോ ഈ കൊച്ചിന് എവിടുന്നാ ഇതൊന്നും കൂടെ, തോണ്ട അജിത്തിന്റെ പെട്ടിക്കകത്ത് ഇരിക്കുന്നത്, അവനാണെങ്കിൽ ഇത് ഉപയോഗിക്കുക, എടാ 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 എടുത്താ കൊച്ചിന് പറ. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പോ നിങ്ങൾ ഇരിക്കുന്ന റൂമിന് ചുറ്റും ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒന്ന് നോക്കിക്കേ. ആ ഇരിക്കുന്ന സാധനം നിങ്ങൾക്ക് നേടിത്തന്ന ആ പണത്തിനോട് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാറിന്റെ അകത്തെ ഒരു പൊടി ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വീടിന്റെ അകത്തെ അനാവശ്യമായിട്ട് വലിച്ചു വാരിയിടാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പറമ്പിലെ പുല്ല് കയറി കിടക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഈവൻ പൂട്ടിയിട്ടാൽ പോലും അത് വൃത്തിയാക്കിയിട്ടേ നിങ്ങൾ അടങ്ങത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ആളിനെ വെക്കും. അത് നോക്കാനും കാണാനും വേണ്ടി നിങ്ങൾ ആളിനെ വെക്കും. കാരണം എന്താ? അങ്ങനെയാണ് പണത്തിനോടുള്ള നന്ദി കാണിക്കേണ്ടത്. ഇവിടെ എല്ലാവരുടെയും വിചാരം കാശ് താഴെ കിടക്കുന്നു, അതെടുത്ത് പേഴ്സി വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. പണത്തിനോടുള്ള നന്ദി കാണിക്കുന്നത് ആ പണം നേടിത്തന്ന വസ്തു നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാ. കുഞ്ഞു മക്കൾക്ക് വേണ്ടി ടോയ്സ് മേടിക്കുമ്പോൾ ദയവ് ചെയ്ത് വില കുറഞ്ഞ സാധനം മേടിക്കരുത്. കാരണം മേടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു, അപ്പൊ ഒരു മണിക്കൂറത്തേക്ക് ഉപയോഗിക്കുന്നു, ഈ സാധനം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു, എടുത്ത് ഏതെങ്കിലും മൂലയ്ക്കോട്ടിടും. യു വിൽ നോട്ട് കെയർ അബൌട്ട് ദാറ്റ്. പക്ഷേ അത് ആ പണത്തിനോട് കാണിക്കുന്ന നന്ദികേടാ. അതേസമയം വാങ്ങിച്ച ടോയ് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ അത് അവിടെ ഇരിക്കും. അത് നമുക്ക് ഷോ പീസായിട്ട് വെക്കാം, അത് നമുക്ക് ഒരു ബേസിലിട്ട് വെക്കാം. ഇവർ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച് കളിക്കും. നിങ്ങൾ മേടിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം പാഴാക്കുമ്പോൾ ആക്ച്വലി എന്താണ് പാഴാക്കുന്നത്? പണമാണ് പാഴാക്കുക. ആ പണം കൊടുത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ സാധനം വാങ്ങിക്കാൻ നിങ്ങളെ സഹായിച്ച പണത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അല്ലാതെ ആ ഭക്ഷണത്തോടല്ല. ആ ഭക്ഷണത്തെ നിന്ദിക്കരുതെന്നല്ല പറയുന്നത്, ആ ഭക്ഷണം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ച ആ പണത്തെ നിന്ദിക്കരുത്. അതുകൊണ്ട് ആവശ്യമുള്ള മേടിച്ചാൽ മതി. സോ വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ടീസിങ് സിമ്പിൾ തിങ്സ് ഇൻ യുവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം എന്തൊരു കാര്യത്തെ നന്ദിയോടുകൂടി കടപ്പാടോടുകൂടി സ്മരിക്കുന്നുവോ, എന്തൊരു കാര്യത്തെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുവോ, അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം സെർവ് ചെയ്ത ഒരു ഹോട്ടലിലെ വെയിറ്റർ, അയാൾക്ക് 100 രൂപ കൊടുക്കുന്നത് ആ പണത്തിനോട്, ആ ചെയ്തു തന്ന വാല്യൂവിനോട്, അല്ലെങ്കിൽ ആ ചെയ്തു തന്ന കാര്യത്തോടുള്ള നമ്മളുടെ കടപ്പാട്, നമ്മുടെ നന്ദിയാണ് ആ 100 രൂപ കൊണ്ട് നമ്മൾ കാണിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ താങ്ക് യു നോട്ട്. താങ്ക് യു. സോ വെൻ യു അപ്രിഷിയേറ്റ് ലിറ്റിൽ തിങ്സ്, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബിഗ് തിങ്സ് സ്റ്റാർട്ട്സ് കമ്മിങ് ടു യു. ഈ ചെറിയ കാര്യങ്ങളെ പോലും അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒന്ന് ശുദ്ധികലശം നടത്തുക. ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ആവശ്യമുള്ളവർക്ക് പെറുക്കി കൊടുക്കുക. അവന്റെ സ്വർഗമാണ് നിങ്ങളുടെ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്നത്. അവന്റെ സ്വപ്നമാണ് നിങ്ങളുടെ മേശയ്ക്കകത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും, ഈവൻ ദോ യു ഡോണ്ട് ഹാവ് എനി മണി, പണം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദാരിദ്ര്യം ഫീൽ ചെയ്യത്തില്ല. കാരണം മനസ്സുകൊണ്ട് നിങ്ങൾ സമ്പന്നനാണ്. അപ്പം പണം നിങ്ങളെ, അപ്പം നമ്മൾ ഹയർ ഫ്രീക്വൻസിയിൽ ഓടാൻ തുടങ്ങും. പണം നമ്മളുടെ അടുത്തേക്ക് ആവശ്യത്തിന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ യു കനോട്ട് ഫീൽ പുവർ വെൻ യു ആർ ഗ്രേറ്റ്ഫുൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ
ചേഞ്ച് ഓർ എ ഷിഫ്റ്റ് ഇൻ അവർ തോട്ട്. ചിന്തകളിലെ ഒരു ഷിഫ്റ്റിംഗ് ആണ്, ചിന്തകളുടെ ഒരു ഷിഫ്റ്റിംഗ് ആണ് എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ്. സോ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡിനെ, അല്ലെങ്കിൽ ചിലരുണ്ട് ഈ മൈൻഡ് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് ഉള്ളിൽ പക വെച്ചോണ്ട് ഈ അഫർമേഷനും ഇതൊക്കെ എടുത്തോണ്ടിരിക്കും, ഒരു ഗുണം ഉണ്ടാവത്തില്ല. നിങ്ങൾ ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ദൈവത്തെയോ പ്രകൃതിയെയോ? എടോ, നിന്നെ ഉണ്ടാക്കിയതെന്ന് നീ വിശ്വസിക്കുന്നവനെ നീ പറ്റിക്കുന്നോ? ഏ എന്നെ ഉണ്ടാക്കിയ, എന്നെ സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളിനെ ഞാൻ പറ്റിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു അങ്ങേര് അത്ര മണ്ടനാണെന്ന്? അങ്ങനെ വെറുതെ എന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് നന്ദിയും കടപ്പാടും കാണിക്കുന്നവരെ അവർക്കൊന്നും കിട്ടില്ല. സോ നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തേണ്ട ഒരു മാർഗമല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഈ മൈൻഡ് ട്രെയിനർമാരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. സോ എപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നോ, എപ്പോഴൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ലയോ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലത്തിലോ പള്ളിയിലോ വിളക്ക് കത്തിച്ചോ, എവിടാന്ന് മെഴുകുതിരി കത്തിച്ചോ, എന്ത് വേണേലും ചെയ്തോ, അവിടെ ചെന്നിട്ട് ദൈവമേ എന്റെ പ്രശ്നങ്ങൾ മാറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച പോരാ. അവിടെ ചെന്നിട്ട് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ടിട്ടില്ലേ, നമ്മൾ ഈ റോഡിലൊക്കെ നിൽക്കുന്ന അമ്മമാർക്ക് എന്തേലും കൊടുക്കുമ്പോൾ അവരൊരു വിളിയുണ്ട്, എന്റെ പടച്ചോനെ ഈ മോനെ രക്ഷിക്കണേ. ആ, ദാറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ്. ദാറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നേ? കൊല്ലായിൽ മുജീബിക്ക ഒരു ആൾക്ക് 100 രൂപ, ഒരു അമ്മയ്ക്ക് 100 രൂപ കൊടുക്കുന്നു. ദൈവമേ എന്റെ ഗുരുവായൂരപ്പ ഈ മോനെ കാത്തോണേ. എന്താ മുജീബിക്കയ്ക്ക് അപ്പൊ ഫീൽ ചെയ്യുന്നേ? നമുക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും അല്ലെ? ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ആലോചിക്കും, ദൈവമേ ഞാനൊന്നും കൊടുത്തില്ലല്ലോ, എന്നിട്ടും. അപ്പൊ നമുക്കൊരു ഫീല് കിട്ടത്തില്ലേ? ആർക്കൊക്കെ അത് എക്സ്പീരിയൻസ് ഉണ്ട്? ആ ഫീല് ഉണ്ടോ? എങ്കിൽ ഇതേ ഫീലല്ലേ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഏ നമ്മളെ സഹായിക്കുന്ന ദൈവം ഉൾപ്പെടെ, നമ്മളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, നമ്മുടെ ചുറ്റുമുള്ളവരുൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വാക്കല്ലേ? അതിനു പകരം നമ്മൾ ഇവിടെ പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ കണിക പുറത്തേക്ക് വരുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഉള്ളിലെ ചെകുത്താന്റെ കണിക പുറത്തേക്ക് വരുന്നതാണ് പക, വിദ്വേഷം, നന്ദികേട്. സോ മൈ ടീം, ഗ്രാറ്റിറ്റ്യൂഡ് മേക്സ് തിങ്സ് ഈസിയർ. നിങ്ങൾ എത്ര കഠിനമായ വഴിയിൽ കൂടി കടന്നു പോകുമ്പോഴും എല്ലാം സ്മൂത്താക്കി മാറ്റുന്ന, എല്ലാം ഈസി ആക്കി മാറ്റുന്ന മാജിക് മന്ത്രമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ അവൾ എന്നോട് പറയാണ്, അങ്ങനെ നിന്നെ എത്രയോ പേര് സഹായിച്ചിരിക്കുന്നു, നീ അവരെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, അവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവരോടൊക്കെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ആ നിന്റെ കൂടെ ഞാൻ എങ്ങനെയാ വരുന്നത്? ആ നിന്നെ എനിക്ക് എങ്ങനെ പ്രണയിക്കാൻ പറ്റും? നാളെ നീ എന്നോട് നന്ദികേട് കാണിക്കത്തില്ലെന്ന് എന്താണ് എനിക്ക് ഉറപ്പ്? കാരണം നീ നന്ദി കെട്ടവനാ. അയ്യോ ഞാൻ അങ്ങനെ. അപ്പൊ ഒരു ലിസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് തരും. നീ അങ്ങനെ അല്ലെന്ന് എന്നോടാണോ പറയുന്നത്? നീ നോക്കിക്കേ ആരോടൊക്കെ നീ നന്ദികേട് കാണിച്ചിരിക്കുന്നു, ഏതൊക്കെ സാഹചര്യത്തിൽ നീ നന്ദികേട് കാണിച്ചിരിക്കുന്നു, ഇന്നും നീ കാണിച്ചു കൊണ്ടിരിക്കുന്നു. സോ എന്തൊക്കെ എനിക്കുണ്ടോ അതിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ കാണിക്കും തോറും കൂടുതൽ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം സിറ്റ് സ്ട്രൈറ്റ്, കണ്ണൊന്നടച്ചു, ഒരു ഡീപ് ബ്രീത്ത് എടുത്തേ. യെസ്, കണ്ണടച്ചിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള, അതെന്തിനെ ആയിക്കോട്ടെ, ഏത് ദൈവത്തെ ആയിക്കോട്ടെ,
ഏത് പ്രകൃതിയായിക്കോട്ടെ, എന്തിനെ ആയിക്കോട്ടെ, അതിനെ മനസ്സിലേക്ക് കരുതിക്കൊണ്ട് അതിനോട് നിങ്ങൾ അപേക്ഷിക്കുക, നിങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി. ആ പരമമായിട്ടുള്ള ആ സത്യത്തോട് നിങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തോട് ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത്. നമുക്ക് ഇങ്ങനെയൊക്കെ എത്താൻ സാഹചര്യം ഒരുക്കി തന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളുടെ മഹത്വം തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡാണ് പ്രാർത്ഥന. മനസ്സിലാവുന്നോ? അതുകൊണ്ട് നമ്മളിപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാവരെയും എത്തിക്കണം. ആദ്യം തന്നെ എത്തിക്കേണ്ടത് നമ്മുടെ അമ്മ, നമ്മുടെ ഉമ്മ. കാരണം മാതാവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മള് ആ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കാലം തൊട്ട് ആ അമ്മ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് വേണ്ടി. ഏ നമ്മുടെ ഉമ്മയെ നമുക്ക് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ ഗർഭകാലത്ത്, ആ പ്രസവ സമയത്ത്, അതിനുശേഷം നമ്മളുടെ മക്കളെ വളർത്താൻ നമ്മളിപ്പോ എത്ര ദിവസങ്ങൾ ഉറക്കം നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അങ്ങനെ ആയിരിക്കത്തില്ലേ ആ ഉമ്മ നമ്മളെ വളർത്തിയേ? മനസ്സിൽ തൊട്ട് നമ്മുടെ ഉമ്മയോട്, നമ്മുടെ അമ്മയോട് ഒരു നന്ദി. ദൈവം നേരിട്ട് ഇറങ്ങി വന്നതാ അമ്മയുടെ രൂപത്തിൽ. ആ അമ്മയോട് നന്ദി കാണിക്കാതെ ആണ് നമ്മൾ ഇത്രയും നാള് മറ്റെവിടെയോ അദൃശ്യനായിരിക്കുന്ന ഒരു ദൈവത്തോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അമ്മയ്ക്ക് നമ്മളെ അങ്ങനെ ആക്കി മാറ്റാൻ പറ്റിയതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതം നമുക്ക് വേണ്ടി മാറ്റി വെച്ചത് കൊണ്ടാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ ഉപ്പ, ആ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടാണ്. എന്തെല്ലാം ദുരിതം അനുഭവിച്ചിട്ടുണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിന്റെ 10-1 നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏ എന്നും നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ അച്ഛന് വേണ്ടി ഒരു നിമിഷം. എത്രയോ ഗുരുക്കന്മാരല്ലേ? എത്ര പേരാണ് അധ്യാപകരായിട്ട്. അധ്യാപകരെന്ന് പറയുമ്പോൾ അവര് സ്കൂളിലും കോളേജിലും ഒന്നും നമ്മളെ പഠിപ്പിക്കണ്ട. നമ്മൾക്ക് തിരിച്ചറിവ് തന്നിട്ടുള്ള ഒരുപാട് അധ്യാപകർ, അറിഞ്ഞും അറിയാതെയും ഗുരുക്കന്മാര് നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാവരോടുമുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മനസ്സ് നിറഞ്ഞ ഒരു കടപ്പാട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് കഴിഞ്ഞു മതി ദൈവത്തിന്. ഇനി നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു അച്ഛനെ തന്ന, ഇങ്ങനൊരു അമ്മയെ തന്ന, ഇങ്ങനുള്ള ഗുരുക്കന്മാരെ തന്ന അങ്ങേക്ക് നന്ദി. ഇനി നമ്മുടെ കുടുംബത്തെ ഓർക്കുക. നമ്മുടെ ലൈഫ് പാർട്ട്ണർ, എന്തെല്ലാമാണ് അവര് നമുക്ക് വേണ്ടി സഹിക്കുന്നത് അല്ലേ? എന്തെല്ലാം സപ്പോർട്ടാണ് അവര് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതിൻ്റെ ഒരു ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ അവരോട് കാണിച്ചിട്ടുണ്ടോ? എവിടൊക്കെയോ നമ്മൾ ചെറിയതെങ്കിലും നന്ദികേടുകൾ അവരോട് കാണിക്കുന്നില്ലേ? കാണിച്ചിട്ടില്ലേ? അതിനോടൊക്കെ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അവരോട് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കി മാറ്റിയത്, ഇത്രയും സന്തോഷകരമാക്കിയത് നമ്മുടെ മക്കളാണ് അല്ലേ? ഒന്ന് ആലോചിച്ചേ. എത്ര എത്ര അത്ഭുതമാണ്. നമ്മുടെ മക്കളായിട്ട് അവർ വന്ന് ജനിക്കുന്നു, അവരെ വളർത്താനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്നു, അവരെ നമ്മൾ നന്നായിട്ട് വളർത്തുന്നു. എത്ര സന്തോഷമാണ് അവർ നമുക്ക് തരുന്നത്. നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ തന്നെ തരുന്നത് നമ്മുടെ മക്കളല്ലേ? അവരോട് ഇത്രയും നാൾ നമ്മൾ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. ഈ നിമിഷം അവരോടൊരു നന്ദി ഒന്ന് പറഞ്ഞ്, എൻ്റെ മകനായി, എൻ്റെ മകളായി വന്ന് ജനിച്ചതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ സപ്ലയേഴ്സ്, നമ്മൾക്ക് സഹായിക്കുന്ന ബാങ്കുകൾ, നമ്മളെ സഹായിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ബിസിനസ്സിലുണ്ട്.
അറിഞ്ഞും അറിയാതെയും നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, നമ്മുടെ ബിസിനസ് ഇത്രയും സ്മൂത്തായി നടക്കാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ മനുഷ്യരോടും, എല്ലാ സാഹചര്യങ്ങളോടും, എല്ലാ വസ്തുവിനോടും, നമ്മുടെ ഓഫീസിനോട്, നമ്മുടെ വീടിനോട്, നമ്മുടെ വണ്ടിയോട്, എല്ലാത്തിനോടുമുള്ള കടമ, നന്ദി, കടപ്പാട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കിങ്സ് ക്ലബ് മെമ്പേഴ്സ്, നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമ്മൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് പേര്, ഒരുപാട് സുഹൃത്തുക്കൾ, ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരോടുള്ള നന്ദി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടത്, നമ്മളുടെ ഉള്ളിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരിക്കാൻ സഹായിച്ച ചില ആളുകളുണ്ട്. അവരെ നമ്മൾ ശത്രു എന്നാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അവർ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളെ ചതിച്ചിട്ടുള്ളവർ, നമ്മളെ പറ്റിച്ചിട്ടുള്ളവർ, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവർ. ഇവരൊക്കെ നമ്മളുടെ ഡബിൾ ലൂപ്പ് ലേണിങ്ങിൽ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറ്റൊരു ഫ്രീക്വൻസിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നിട്ട് താഴോട്ടൊന്ന് നോക്കിക്കേ. അവരെന്തിനാണ് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്? നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നു മുതൽ അവരോട് ശത്രുതയല്ല, അവരോട് കടപ്പാടാണ്. അങ്ങനെ ഒരു സാഹചര്യം നീ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ശക്തനായത്. അതുകൊണ്ട് അവരോട് പോലുമുള്ള നന്ദി, കടപ്പാട്. താങ്ക് യു, താങ്ക് യു. ഇവരെല്ലാവരും, എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിരന്നിങ്ങനെ നിൽക്കുകയാണ്. അമ്മ മുതൽ അച്ഛൻ മുതൽ, ഇങ്ങനെ ഗുരുക്കന്മാർ മുതൽ, ദൈവം മുതൽ, ഈ പറഞ്ഞ എല്ലാവരും, അറിഞ്ഞോ അറിയാതെയോ ഉള്ള എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഇവരെ എല്ലാരെയും ഇപ്പൊ കാണാം. കൈയെടുത്ത് കൂപ്പുക, കൈ തൊഴുക, കൈയെടുക്ക്, കൈയെടുക്ക്, കൈയെടുത്ത് തൊഴുക. അവരോട് നന്ദി, നന്ദി, നന്ദി. എന്നും എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. യെസ്. ഹൗ യു ഫീൽ? ഹൗ യു ഫീൽ നൗ? എന്താ നമുക്കിപ്പം ഉണ്ടായ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആഫ്റ്റർ ദിസ് ആർക്കൊക്കെ തോന്നുന്നു ഞാൻ സമ്പന്നനാണെന്ന്? ഏ ഇതിലേ വലിയ സമ്പത്ത് എന്തുവാടൂ? ആ മുന്നിൽ നിന്നവരെക്കാൾ വലിയ സമ്പത്ത് എന്താ ഇനി? പണം. പണം എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് ആൻ ഐഡിയ. ആ ഐഡിയ നമുക്ക് എത്ര വേണേലും നേടാം. അതിന് ഈ ഉള്ളവരോട് ആദ്യം കടപ്പാടുള്ളവരായിരിക്കണം നമ്മൾ. എന്ന് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ, അപ്പം നിങ്ങൾ ഓർത്തോണം, ആരെയോ ഈ കൂട്ടത്തിൽ നിങ്ങൾ മിസ്സായി. അതുകൊണ്ട് അവരെ വ്യക്തിപരമായിട്ട് നമ്മൾ ഓർക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ അവരെ നേരിട്ട് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫ്രീക്വൻസിയാണ്. നമ്മൾ ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എപ്പോഴാണ് മറ്റൊരാളോട് ക്ഷമിക്കുന്നത്? നമ്മളും അവരും ഇടിയിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ലോവർ ഫ്രീക്വൻസിയില്ല. ഞാനും ഇബ്രാഹിം സുബാനിക്കയുടെ ഒരു അഭിപ്രായ വ്യത്യാസം, അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിണങ്ങി, ഞങ്ങൾ തമ്മിൽ ഭയങ്കര വാക്കേറ്റം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ തല്ലുണ്ടായി. അത് കഴിഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, ഷോ, ഓ ഇബ്രാഹിമിക്ക, ഇക്കയല്ലേ, ഞാൻ ഇക്കയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ ആ ചിന്ത വരുന്നത് ഇവിടെ നിന്നാണ്, ഇവിടെ നിൽക്കുമ്പോഴല്ല. ആ ഹയർ ഫ്രീക്വൻസി നിൽക്കുന്ന എനിക്ക് ഇബ്രാഹിം സുബാൻ ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ ഇബ്രാഹിം മിക്കയോട് ക്ഷമിക്കും. കാരണം എന്താ? മൈ ഫ്രീക്വൻസി ഈസ് ഹയർ. ശത്രുത കൊണ്ട് നടക്കുന്നവനാണോ കൂടുതൽ ഉയരങ്ങളിൽ നിൽക്കുന്നത്? അതിനെ ക്ഷമിക്കുന്നവനാണോ? ക്ഷമിക്കുമ്പോഴാണ് നമ്മളുടെ നിലവാരം ഉയരുന്നത്. നമ്മൾ ദൈവതുല്യനായി മാറുകയാണ്. അദൃശ്യ ശക്തികൾക്ക് മാത്രമേ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ഒരു നല്ല സോളായിട്ട് മാറാൻ നമുക്ക് പറ്റണം. അങ്ങനെ ശത്രുത കൊണ്ട് നടക്കുന്ന ഒരു സോൾ, ഒരാത്മാവെന്ന് പറയുന്നത് അത് കറ പുരണ്ടിരിക്കും. കടപ്പാടുള്ള ആത്മാവെന്ന് പറയുന്നത് നല്ല തൂവെള്ള നിറത്തിൽ നിൽക്കും. അതിലേക്കെല്ലാം അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ, ആ ഓറ അങ്ങ് തെളിയും. ആ കൈ കാശില്ലെങ്കിൽ പോലും ഈ
കടപ്പാട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴത്തേക്കിന് നമ്മളിലേക്ക് വല്ലാത്തൊരു പ്രകാശം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ആ പ്രകാശം നമ്മളിൽ കാണുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്നത്. അവർക്ക് നമ്മളിൽ കോൺഫിഡൻസ് തോന്നും. അപ്പം നമുക്ക് പ്രകാശിക്കണമെങ്കിൽ കടപ്പാടുള്ളവരായി മാറുക. സോ ഗ്രാറ്റിറ്റ്യൂഡ് അട്രാക്ട്സ് വെൽത്ത്. അപ്പൊ അവള് നമ്മളോട് കാര്യങ്ങൾ പറയും. വല്ലാത്ത എന്താണല്ലേ, കണ്ടീഷൻസ് ഒക്കെയാണ് അവള് മുന്നോട്ട് വെക്കുന്നത് അല്ലേ. ഒന്നെന്താ പറഞ്ഞേ? ക്ലാരിറ്റി വേണം. രണ്ടെന്താ പറഞ്ഞേ? എന്നെ കുറിച്ചുള്ള ചിന്തകൾ വേണം. 3 പറയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, കടപ്പാട് വേണം, നന്ദി ഉള്ളവരായിരിക്കണം. ഇനി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് മാറുകയാണ് അവൾ. ഇതൊക്കെ ഒരു ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. ഇതൊക്കെ മൈൻഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ നിൽക്കുന്നത്. ഇനി അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി എന്നെ ഇഷ്ടപ്പെടാലോ നിനക്കല്ലേ. 2016-17 കാര്യമാണ്. അവൾ എന്നോട് ചോദിക്കുകയാണ്, നീ ആളുകളുടെ കയ്യിൽ നിന്ന് കാശാണല്ലോ ആഗ്രഹിക്കുന്നത്. സമ്പത്ത് നേടണമെങ്കിൽ പണം വേണം. ആ പണം നീ എങ്ങനെയാ നേടുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അവർക്ക് ഓരോ സർവീസ് കൊടുക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, ഞാൻ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നു, ഞാൻ സോഫ്റ്റ്വെയർ ചെയ്യുന്നു, ഞാൻ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ചെയ്യുന്നു, ഞാൻ ജനറൽ ട്രേഡിംഗ് ചെയ്യുന്നു. അപ്പൊ അവൾ എന്നോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞതൊക്കെ നീ ചെയ്യുന്നു എന്ന് നീ വിശ്വസിക്കുന്ന കാര്യം, പക്ഷേ ആർ യു പ്രൊവൈഡിങ് ദാറ്റ് വാല്യൂ? ശരിക്കും നിനക്ക് പേയ്മെന്റ് തരുന്നവർക്ക് അതിനനുസരിച്ചുള്ള മൂല്യം നീ കൊടുക്കുന്നുണ്ടോ? ശരിയാണല്ലോ. ഞാൻ 1,00,000 രൂപയ്ക്ക് ഒരു ഇന്റീരിയർ വർക്ക് ഞാൻ എടുക്കുന്നു. ഞാൻ എങ്ങനെ അത് 70,000 രൂപയ്ക്കകത്ത് നിർത്തി ചെയ്യാം എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്നിട്ട് ആ 30,000 രൂപ ആ ഡിഫറൻസ് ഞാൻ മേടിക്കുകയാണ്. 1,00,000 രൂപയുടെ 1,00,000 രൂപ എനിക്ക് തരുമ്പോൾ 70,000 രൂപയുടെ മൂല്യം ഞാൻ കൊടുക്കുന്നു, ബാക്കി 30,000 ഞാൻ എടുക്കുന്നു. വിച്ച് മീൻസ് 30,000-ന് മറ്റൊരു ലോകത്ത് ഞാൻ കടക്കാരനായി. മറ്റൊരു ലോകത്ത്, മറ്റൊരു കണക്ക് പുസ്തകത്തിൽ ഞാൻ കടക്കാരനായി. കാരണം എന്താ? 1,00,000 രൂപ ഞാൻ മേടിക്കുകയാണ് ഇന്റീരിയർ വർക്ക് ചെയ്യാൻ, അതിന്റെ അകത്തുനിന്ന് 20,000 രൂപ ഞാൻ മോഷ്ടിക്കുകയാണ്. ശരിയാണല്ലോ. ആർ യു പ്രൊവൈഡിങ് ഇനഫ് വാല്യൂ? നോ. അപ്പൊ അവള് പറയാണ്, 4ാമത്തെ സീക്രട്ട്, വാല്യൂ അട്രാക്ട്സ് വെൽത്ത്. മൂല്യം സമ്പത്തിനെ വലിച്ചടിപ്പിക്കും.